അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ കെ എസ് അരുൺകുമാർ, നോക്കൂ, ഇഡിയുടെ കുറ്റപത്രം, അതിൽ BJPക്കെതിരെ ഒന്നുമില്ല. തിരൂർ സതീഷ് മൊഴി രേഖപ്പെടുത്തിയ കാര്യം പോലും ഇഡിയുടെ കുറ്റപത്രത്തിലില്ല. അപ്പോൾ ഇഡി BJPക്ക് നൽകുന്ന ക്ലീൻ ചീറ്റ് അത് ഇതിൽ നിന്ന് വ്യക്തമാണല്ലേ? ശ്രീ അരുൺകുമാർ, കേൾക്കാമോ? കേൾക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസിന് PMLA ആക്ട് പ്രകാരം കേസന്വേഷണത്തിന് നിയമപരമായിട്ട് പരിമിതികളുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അടക്കം ഇഡിക്ക് കേരള പോലീസ് ഇതിന്റെ കുറ്റപത്രത്തിന്റെ കോപ്പിയും റെപ്രസന്റേഷനും കൊടുത്താണ്. 3 തവണ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കേരള പോലീസ് ഇഡിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഡി കേസന്വേഷണം ഏറ്റെടുത്തു. അതിനിടയിലാണ് തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ വന്നത്. പണം എവിടെ നിന്ന് വന്നു, എന്താവശ്യത്തിന് വന്നു, ആരൊക്കെയാണ് ഇത് ഇൻവോൾവഡ് ആയത് എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് വന്നത്. അപ്പോൾ അത് അന്വേഷണം നടത്തി കൃത്യമായിട്ട് ഈ സാക്ഷികളുടെ എല്ലാം മൊഴിയെടുത്ത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പകരം അന്വേഷണ ഏജൻസിയായ ഇഡി തന്നെ ഈ കേസിൽ വിധി പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇഡി പറഞ്ഞിരിക്കുന്നത് ഇത് ബിസിനസ് ആവശ്യമാണ്, ഇതിൽ BJP നേതാക്കന്മാരെ പ്രതി ഇറക്കേണ്ട ആവശ്യമില്ല, ഇതിന്റെ സോഴ്സ് കണ്ടെത്തേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഒരു ജുഡീഷ്യൽ ഫോറമാണ്, ഒരു കോടതിയാണ്. അന്വേഷണ ഏജൻസിക്ക് റെക്കമെൻഡേഷൻ നടത്താൻ അധികാരമില്ലല്ലോ. തങ്ങളുടെ മുന്നിൽ വരുന്ന തെളിവ് കുറ്റപത്ര രൂപത്തിൽ സമർപ്പിക്കാൻ അധികാരമുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ വിധി പറയുന്ന തരത്തിലേക്ക് ഇഡി മാറിയിരിക്കുന്നത് അടുത്ത കാലത്ത് ഇഡിക്കെതിരെ ഉയർന്ന എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളെയും ശരിവെക്കുന്ന തരത്തിലാണ്. ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികളാകുകയോ പ്രതിപക്ഷ കക്ഷികളുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വരികയോ ചെയ്താൽ ഇഡി ഇല്ലാത്ത വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കുകയും BJP ആയിട്ട് ബന്ധപ്പെട്ട ആരോപണം വന്നാൽ അത് തേച്ചുമാച്ച് കളയുമെന്നുള്ള കൃത്യമായിട്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇഡി ഏറ്റവും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ കള്ളപ്പണം വന്നു, ഇത്ര കോടി പണം ഉൾപ്പെട്ടിട്ടുണ്ട്, അത് ശരിക്കും ടാക്സ് കൊടുക്കാത്ത പണമാണ് എന്നെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ ഓരോ സാക്ഷികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായി തന്നെ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പകരം ആ അന്വേഷണത്തിന്റെ തന്നെ പർപ്പസിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിലൊരു കുറ്റപത്രം കൊടുത്തത് ഇഡി BJP നേതാക്കന്മാരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കേസിനെ തേച്ചുമാച്ച് കളയാനും വേണ്ടിയിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം വൈകിയപ്പോൾ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് നിയമപരമായിട്ട് തന്നെ ഈ തേച്ചുമാച്ചൽ കളയലിനെതിരെ പരമോന്നത കോടതികളെ സമീപിച്ച് നിയമ പോരാട്ടം തുടരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇതിന്റെ ഒരു പശ്ചാത്തലം, ഈ കേസിന്റെ ഒരു പശ്ചാത്തലമൊക്കെ നോക്കിയാൽ അന്ന് ഈ കൊടകര കുഴൽപ്പണ കേസിൽ ഈ പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത പണം തിരികെ കിട്ടാൻ ഈ പരാതിക്കാരനായ ധർമ്മരാജൻ കോടതിയെ സമീപിച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അതെ. അതായത് ഒരു കവർച്ചാ കേസ് എന്ന രൂപത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത പരാതിയിൽ ഏകദേശം 3-3.5 കോടിയാണ് ഉൾപ്പെട്ടത്. കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പോലീസ് തന്നെയാണ് ഇതിൽ 3.5 കോടിയല്ല, ഇതിൽ ഇത്ര ഇരട്ടി കോടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസാണ് കണ്ടെത്തിയത്. അപ്പൊ പോലീസ് കണ്ടെത്തി അതിന്റെ അന്വേഷണം തുടരുമ്പോൾ തന്നെ മുഴുവൻ പണവും ക്ലെയിം ചെയ്തുകൊണ്ട് 452 പെറ്റീഷനായിട്ട് ഇതിന്റെ പ്രതികൾ തന്നെ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് കൃത്യമായി കണക്കിൽപ്പെടാത്ത പണമാണ്, കള്ളപ്പണമാണ്, കേരളത്തിന് പുറത്തു നിന്നാണ് വന്നത്. സോഴ്സ് കണ്ടെത്താൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് എന്നൊക്കെ വ്യക്തതയുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ കോടതി കണ്ടുപിടിക്കേണ്ട, കോടതി തെളിവുകൾ കൃത്യമായി പരിശോധിച്ച് സാക്ഷി വിസ്താര വിചാരണ പ്രക്രിയയിലൂടെ കണ്ടെത്തേണ്ട കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ കണ്ടെത്തി ഇനി ഇതിൽ തുടരെ ഒന്നും പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജുഡീഷ്യൽ പ്രക്രിയയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇഡിയുടെ കൺവിക്ഷൻ റേറ്റ് 0.56 അതായത് ഒരു കേസ് പോലും 100 കേസ് രജിസ്റ്റർ ചെയ്താൽ ശിക്ഷിക്കാൻ പറ്റാത്ത ഒരു ഏജൻസി ആയിട്ട് മാറി. ഇപ്പൊ അടുത്ത കാലത്ത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ 126 കേസ് രജിസ്റ്റർ ചെയ്യും. 126 കേസ് നേതാക്കന്മാരെക്കെതിരെ രജിസ്റ്റർ ചെയ്യുമ്പോൾ 119 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ. അത്തരത്തിൽ നടന്ന വസ്തുത വച്ചുള്ള ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഏതായാലും ഇഡിയുടെ വിശ്വാസയോഗ്യത തകർക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് കുറ്റപത്രം എന്ന രൂപത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, താങ്കൾ പറയുന്ന പോലെ തന്നെ ഇഡിയുടെ ഒരു വിശ്വാസ്യത തകർക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രവൃത്തി, അതായത് ഇവിടെ പറയുന്നത് വസ്തു വാങ്ങാനുള്ള പണം കൊള്ളയടിച്ചു എന്നുള്ള ന്യായീകരണമാണ് ഇഡിയുടേത്. അതെ, ഒരിക്കലും അങ്ങനെ കണ്ടെത്താൻ കഴിയും. ഇപ്പൊ വസ്തു വാങ്ങാനുള്ള പണമാണെങ്കിൽ പോലും അത് സോഴ്സ് കൃത്യമായി കാണിക്കണമല്ലോ. കാരണം
ആദ്യത്തെ പരാതിയിൽ 3.5 കോടി രൂപയേ ഉള്ളൂ. അപ്പൊ പോലീസ് അന്വേഷണം നടത്തി വരുമ്പോഴാണ് അത് 27 കോടിയായി പിന്നെ 47 കോടിയായിട്ട് മാറുന്നത്. അപ്പൊ ഇതും എവിടെ നിന്ന് വന്നു, ഇതിന്റെ സോഴ്സ് കാണിക്കണം. ഒരാൾ പണമായിട്ട് കയ്യിൽ സൂക്ഷിക്കാവുന്ന പണത്തിന് പരിധികളുണ്ട്. അതുപോലെ തന്നെ ഇത് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാ തരത്തിലും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഡെക്കോയിറ്റി കേസിൽ നിന്ന് വലിയൊരു കൂട്ടക്കവർച്ച കേസിലേക്ക്, അത് വലിയ തരത്തിൽ സാമ്പത്തികം ഇൻവോൾവഡ് ആയിട്ടുള്ള കേസിലേക്ക് കേരള പോലീസ് അന്വേഷിച്ച് മുന്നേറുമ്പോൾ ഈ PMLA ആക്ട് പ്രകാരം പരിമിതികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരള പോലീസിന് തുടരന്വേഷണം നടത്താൻ കഴിയാതെ പോയത്. കാരണം പണം വന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ PMLAയുടെ പരിമിതികളുണ്ട്. ആ ഒരു ഘട്ടത്തിൽ EDക്ക് 3 തവണ കത്തയച്ചിട്ടും ഒരു അന്വേഷണവും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നെ ആ കേസിലെ തന്നെ ഒരു സാക്ഷിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം വേഗത്തിലാക്കണം എന്ന് പറഞ്ഞ്. അപ്പോഴും പലതവണ ED കേസ് മാറ്റിവെച്ച് അവസാനം ഞങ്ങൾ അന്വേഷണം എഫക്റ്റീവായിട്ട് നടത്തുകയാണ്, പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കും എന്ന രൂപത്തിലെല്ലാം പ്രതികരിച്ചത്. പക്ഷെ ഇപ്പോ ആ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഈ ആരോപണങ്ങളെയും വസ്തുതകളെയും ഇല്ലാതാക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് അതിന്റെ സാക്ഷിമൊഴികളെ ഒന്നും ഒരു തരത്തിലും വിശ്വാസയോഗ്യമാക്കാതെ, പ്രത്യേകിച്ച് പ്രധാന സാക്ഷികളെ ചോദ്യം ചെയ്യാതെ നിയമവ്യവസ്ഥയെയും അന്വേഷണ സംവിധാനത്തെയും എല്ലാം അട്ടിമറിക്കുന്ന ഒരു ഇടപെടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും. ഈ സോഴ്സ് ഒന്നുമില്ല എന്നൊക്കെ ED പറയുമ്പോഴും നോക്കൂ, ഈ തിരൂർ സതീഷിന്റെ മൊഴിയൊക്കെ ഏറ്റവും ശക്തമായ ഒരു സോഴ്സ് അല്ലേ KS അരുൺകുമാർ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ? പൂർണ്ണമായും അദ്ദേഹം ഒരു അക്കംപ്ലീസ് കൂടിയാണല്ലോ. ഈ പണം വരുമ്പോഴും പണം പാക്ക് ചെയ്യുമ്പോഴും പണം തിരിച്ച് പല സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴും എല്ലാം വിറ്റ്നസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാള് ഒന്നുകിൽ പ്രതിയായിട്ട് വരണം, അല്ലെങ്കിൽ സാക്ഷിയായിട്ട് വരണം. ഇത് പ്രധാനപ്പെട്ട സാക്ഷിയായി സഹ തടവുകാർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ സഹ പ്രതികൾക്കെതിരായിട്ടുള്ള വിവരം കൂടി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇതിന്റെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ നടന്ന പണത്തിന്റേതായിട്ടുള്ള ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളാണ്. ആ സതീശനെ ചോദ്യം ചെയ്തു പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഈ കേസ് അട്ടിമറിക്കണമെന്ന് അത്രയധികം നിർബന്ധമുള്ളത് കൊണ്ടാണല്ലോ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കോടതി ഈ കുറ്റപത്രം അങ്ങനെ അങ്ങ് ഫയലിൽ സ്വീകരിക്കുകയും കേസ് ക്ലോസ് ചെയ്യുകയും എന്ന് തോന്നുന്നില്ല. കാരണം ജുഡീഷ്യൽ മൈൻഡിലൂടെ ഇത് നോക്കുമ്പോൾ ജുഡീഷ്യറി ചെയ്യേണ്ട കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്തിരിക്കുകയാണ്. എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ തിരൂർ സതീഷ് അന്ന് നമ്മൾ കണ്ടതാണ്, മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം ആധികാരികമായി തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഡേറ്റ് സഹിതം പറഞ്ഞുള്ള ചില വ്യക്തതയൊക്കെ തിരൂർ സതീഷ് വരുത്തിയിട്ടുണ്ടാവും. അവിടെയും EDക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു ആധികാരികത കണ്ടെത്താനായിട്ടില്ല. അതായത് അദ്ദേഹത്തെ ശരിക്കും ചോദ്യം ചെയ്തു പോലും ഇല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഡേറ്റ് വെച്ച്, ടൈം വെച്ച്, എമൗണ്ട് വെച്ച്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഇതിന്റെ ഒരു ഗൂഢാലോചന ഒക്കെ കൃത്യമായി തന്നെ വെളിപ്പെടുത്തിയ ആളാണ്. ആ ഒരു മൊഴി നന്നായി രേഖപ്പെടുത്തിയാൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു കുറ്റപത്രം എല്ലാ കേസ് അന്വേഷണത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളെയും തേച്ചുമാറ്റി കളയുന്ന ഒരു കുറ്റപത്രം EDക്ക് സമർപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ED ഉദ്യോഗസ്ഥന്മാർ പ്രധാന സാക്ഷികളെ പോലും ചോദ്യം ചെയ്യാത്തൊരു സാഹചര്യം, ആ സാഹചര്യം വളരെ ഗൗരവമുള്ളതാണ്. ജുഡീഷ്യറിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന, അന്വേഷണ സംവിധാനത്തെ തന്നെ അതിന്റെ വില കളയുന്ന തരത്തിലുള്ള ഇടപെടലാണ്. ഏതായാലും അതിശക്തമായിട്ടുള്ള ഇടപെടൽ അതിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദിയുണ്ട് ശ്രീ അഡ്വക്കേറ്റ് KS അരുൺകുമാർ. കൊടകര കുഴൽപ്പണക്കേസിൽ BJPയെ വെള്ളപൂശുന്ന തരത്തിലാണ് EDയുടെ കുറ്റപത്രം. അവിടെ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. തിരൂർ സതീഷ് എന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടും അതൊന്നും EDയുടെ കുറ്റപത്രത്തിലില്ല. പകരം തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും ED തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം.